റേഡിയോ ലൈം ന്യൂസ് അപ്ഡേറ്റ്. നമസ്കാരം, ലൈം ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. വാർത്തകളുമായി അരുൺ. ഈ ആഴ്ചയിലെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ അടിസ്ഥാന പലിശ നിരക്ക് കുറയ്ക്കാൻ സാധ്യത തെളിയുമെന്ന പ്രതീക്ഷ ശക്തമായി. മെയ് 8-ന് 0.5% പോയിന്റ് നിരക്ക് കുറയ്ക്കുമെന്നാണ് കരുതപ്പെടുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തുന്ന താരിഫ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നീക്കം. ഇതിന്റെ പ്രതിസന്ധിയിലാണ് മോർട്ട്ഗേജ് വിപണി. പലിശ നിരക്ക് 0.5% കുറച്ച് 4.25% ആക്കിയേക്കും എന്നാണ് സൂചന. കഴിഞ്ഞ ഏതാനും മാസങ്ങളിൽ പണപ്പെരുപ്പം കുറഞ്ഞിട്ടുമുണ്ട്. ഇതുതന്നെ പണപ്പെരുപ്പം കുറയ്ക്കുന്നതിനായി പലിശ നിരക്ക് ഉപയോഗിക്കുന്നവർക്ക് പലിശ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള കാരണമായി എടുക്കാം. മാർച്ചിൽ ഉപഭോക്തൃവില സൂചിക പണപ്പെരുപ്പം 2.6% ഫെബ്രുവരിയിലെ 2.8% നിന്നുമാണ് 2.6% ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. സമാനമായ രീതിയിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന സേവന പണപ്പെരുപ്പ നിരക്കും 5% നിന്നും 4.7% കുറഞ്ഞിട്ടുണ്ട്. എല്ലാ വശത്തു നിന്നും ലഭിക്കുന്ന സൂചനകൾ ബ്രിട്ടൻ പണപ്പെരുപ്പത്തിന്റെ സമ്മർദ്ദത്തിൽ നിന്നും പുറത്തു കടക്കുന്നു എന്നാണെന്നും സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു തീരുമാനത്തിലെത്താൻ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ മോണിറ്ററി പോളിസി കമ്മിറ്റിക്ക് ഏറെ ബുദ്ധിമുട്ടേണ്ടി വരില്ലെന്നും അവർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. UK-യിലെ പ്രാദേശിക കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ 3-ാം തവണയും എതിരില്ലാതെ കൗൺസിലറായി ഒരു മലയാളി. എറണാകുളം ജില്ലയിലെ അങ്കമാലി നെടുമ്പാശ്ശേരി സ്വദേശിയായ ഇഗ്നേഷ്യസ് വർഗീസാണ് ഈ അഭിമാനാർഹമായ നേട്ടത്തിന് ഉടമയായത്. 2006-ൽ UK-യിലെ ന്യൂകാസിലെത്തിയ ഇഗ്നേഷ്യസ് വർഗീസ് റോയൽ മെയിലിലാണ് ജോലി ചെയ്യുന്നത്. 2014-ൽ ലേബർ പാർട്ടി അംഗമായ ഇഗ്നേഷ്യസ് വർഗീസ് 2017-ലാണ് ന്യൂകാസിലിന് സമീപമുള്ള പ്രൂഡോ ടൗൺ കൗൺസിലിലേക്ക് കാസിൽഫീൽഡ് വാർഡിൽ നിന്നും നോമിനേഷൻ നൽകുന്നത്. സ്വന്തം വീട് നിൽക്കുന്ന വാർഡിലെ പോസ്റ്റ്മാൻ കൂടിയായതിനാൽ ഓരോ വീടുകളുമായും ഉണ്ടായിരുന്ന ബന്ധം എതിരില്ലാതെ വിജയിക്കാൻ സഹായിച്ചു. തുടർന്ന് നടന്ന 2 ഇലക്ഷനിലും ഇഗ്നേഷ്യസ് വർഗീസ് തൽസ്ഥിതി തുടർന്നു. കൺസർവേറ്റീവ് പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയിൽ ഇന്നിപ്പോൾ കാസിൽഫീൽഡ് വാർഡ് ഉൾപ്പെടുന്ന പ്രദേശത്ത് നിന്നാണ് ലേബർ പാർട്ടിക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും മറ്റ് തെരഞ്ഞെടുപ്പുകളിലും ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിക്കുന്നത്. 2014-ൽ റോയൽ മെയിലിലെ കമ്മ്യൂണിക്കേഷൻ വർക്കേഴ്സ് യൂണിറ്റ് പ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ലേബർ പാർട്ടി അംഗത്വത്തിലേക്ക് വഴി തുറക്കാൻ കാരണമായി മാറിയത്. മലയാളികൾ അധികമില്ലാത്ത ഇവിടെ തദ്ദേശീയരുമായുള്ള വ്യക്തിബന്ധങ്ങളും ഇഗ്നേഷ്യസ് വർഗീസിനെ എതിരില്ലാത്ത വിജയിക്കാൻ സഹായിക്കുന്നുണ്ട്. 15 കൗൺസിലർമാർ ഉള്ള കൗൺസിലിൽ ലേബർ പാർട്ടിയാണ് ഇത്തവണയും ഭരണം നിയന്ത്രിക്കുക. ലേബർ പാർട്ടി 8, കൺസർവേറ്റീവ് പാർട്ടി 7 എന്നിങ്ങനെയാണ് കക്ഷിനിലയും. ലോക്കൽ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയതോടെ ആയിരക്കണക്കിന് പെൻഷൻകാരുടെ വിന്റർ ഫ്യൂവൽ പേയ്മെന്റുകൾ തിരിച്ചെത്തിക്കാൻ ആലോചിച്ച് ഡൌണിംഗ് സ്ട്രീറ്റ്. ലേബർ ഗവൺമെന്റിനെതിരായ പൊതുജനരോഷം നിഗൽ ഫരാഗിന്റെ റീഫോം UKക്ക് എത്രത്തോളം അനുകൂലമായത് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറിന്റെ അടുപ്പക്കാർ ചർച്ചയ്ക്ക് വിധേയമാക്കുകയാണ്. ഇതോടെയാണ് വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് റദ്ദാക്കിയ നടപടിയിൽ തിരുത്തൽ വരുത്തി ജനരോഷം തണുപ്പിക്കാൻ ലേബർ നീക്കം നടത്തുന്നത്. സമ്പൂർണ്ണമായി നടപടി പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും പേയ്മെന്റ് ലഭിക്കാനുള്ള മിനിമം വരുമാനം 11,500 പൗണ്ടിൽ നിന്നും വർദ്ധിപ്പിക്കാനുള്ള സാധ്യതയാണ് പരിശോധിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പൊതുതെരഞ്ഞെടുപ്പിൽ ഏകപക്ഷീയ വിജയം നേടി അധികാരത്തിലെത്തിയതിന് പിന്നാലെ സ്വീകരിച്ച ആദ്യ നടപടികളിൽ ഒന്നായിരുന്നു വിന്റർ ഫ്യൂവൽ പേയ്മെന്റ് റദ്ദാക്കിയ തീരുമാനം. വലിയ വിവാദമായി മാറിയെങ്കിലും ഇത് സാമ്പത്തിക ഭാരം കുറയ്ക്കുന്നതിനാൽ ലേബർ ഇതിനെ ന്യായീകരിച്ച് വരികയായിരുന്നു. എന്നാൽ ലോക്കൽ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ തിരിച്ചടി നൽകിയതോടെ അടുത്ത പൊതുതെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന ആശങ്ക ചില ക്യാബിനറ്റ് മന്ത്രിമാർ തന്നെ ഉയർത്തുന്നുമുണ്ട്. പ്രായമായ വോട്ടർമാർ ഇപ്പോൾ റീഫോം UKക്ക് പിന്തുണ നൽകുന്നതിലേക്ക് ഈ തെറ്റാണ് കാരണമായതെന്ന് ചില ലേബർ MPമാരും വിമർശിക്കുന്നു. സുരക്ഷിതമെന്ന് ലേബർ വിശ്വസിച്ച റൺകോൺ ആൻഡ് ഹെൽസ്ബി ഉപതെരഞ്ഞെടുപ്പിൽ റീഫോം ജയിച്ചു കയറിയത് സ്റ്റാമറിനെയും സംഘത്തെയും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുകയാണ് ചെയ്തത്. ചാൻസലർ റേച്ചൽ റീവ്സിന്റെ കണ്ടുപിടുത്തങ്ങളിൽ MPമാർ രോഷാകുലരാണ്. 10 മില്യൺ പെൻഷൻകാരുടെ 300 പൗണ്ട് വരെയുള്ള പേയ്മെന്റാണ് റീവ്സ് നീക്കം ചെയ്തിരിക്കുന്നത്. ബ്രിട്ടനിലെ പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിനും ബലാത്സംഗത്തിനും വിട്ടു നൽകുന്ന ചൂഷക സംഘത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ചാനൽ 4 പുറത്തുവിട്ട ഗ്രൂംഡ് എ നാഷണൽ സ്കാൻഡൽ പരസ്യമാക്കിയത്. ഗ്രൂമിംഗ് സംഘങ്ങളുടെ ചൂഷണത്തിന് വിധേയമായ 5 സ്ത്രീകളാണ് തങ്ങളെ പോലീസും സോഷ്യൽ സർവീസും കൈവിട്ടതുൾപ്പെടെ അനുഭവങ്ങൾ വിവരിച്ചത്. എന്നാൽ ലേബർ ഗവൺമെന്റ് ഇതുവരെ വിഷയത്തിൽ സുപ്രധാന നടപടികൾക്കൊന്നും മുതിർന്നിട്ടില്ല. ഈ ഘട്ടത്തിലാണ് റേഡിയോ ചർച്ചയിൽ റീഫോം UK അംഗം ടിം മോൺഗോമറിയുടെ ചോദ്യത്തിന് ഒരു ലേബർ ക്യാബിനറ്റ് മന്ത്രി ഇതൊക്കെ വെറും ഏതാനും പേരെ മാത്രം ബാധിക്കുന്ന നിസ്സാര വിഷയമാണെന്ന തരത്തിൽ നിലപാട് സ്വീകരിച്ച് വിവാദത്തിൽ ചാടിയത്. ഗ്രൂമിംഗ് സംഘങ്ങളെക്കുറിച്ചുള്ള ചാനൽ 4 ഡോക്യുമെന്ററിയെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് ഇനി ഇതെല്ലാം പറഞ്ഞ് കൊയിലൂത്ത് നടത്തണമല്ലോ എന്ന് ഹൗസ് ഓഫ് കോമൺസ് നേതാവ് ലൂസി പവൽ മറുപടി നൽകിയത്. ഈ വാക്കുകൾക്കെതിരെ റീഫോം UKയും അതിജീവിതരും രംഗത്ത് വന്നതോടെ ലേബർ പാർട്ടി പ്രതിസന്ധിയിൽ ആവുകയായിരുന്നു. UK-യിലെ പ്രാദേശിക കൗൺസിൽ തിരഞ്ഞെടുപ്പിൽ
മലയാളി സോളിസിറ്റർക്ക് രണ്ടാം തവണയും വിജയം. എറണാകുളം എളമക്കര സ്വദേശിയായ അഡ്വക്കേറ്റ് ദിലീപ് കുമാറാണ് നോർത്താംപ്ടൺ ഷെയറിലെ കിങ്സ്തോപ്പ് പാരിഷ് കൌൺസിലിലെ ഓബ്ലിസ്ക് ആൻഡ് സണ്ണിസൈഡ് വാർഡിൽ നിന്നും ഇത്തവണ കൌൺസിലർ ആയി വിജയിച്ചത്. 2021 ഇതേ കൌൺസിലിലെ സെന്റ് ഡേവിഡ്സ് വാർഡിൽ നിന്നായിരുന്നു ആദ്യ വിജയം. മെയ് 1 നടന്ന തിരഞ്ഞെടുപ്പിൽ ഓബ്ലിസ്ക് ആൻഡ് സണ്ണിസൈഡ് വാർഡിലെ 4 കൌൺസിലർമാരിൽ ഒരാളായാണ് വിജയം. വാർഡിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട മറ്റു 3 പേരും കൺസർവേറ്റീവ് പാർട്ടി പ്രതിനിധികളാണ്. 555 വോട്ടുകളാണ് ദിലീപ് കുമാർ നേടിയത്. ഒന്നാമത് വിജയിച്ച കൺസർവേറ്റീവ് പാർട്ടി സ്ഥാനാർത്ഥി 625 വോട്ട് നേടിയപ്പോൾ 555 വോട്ടുമായി ദിലീപ് കുമാർ മികച്ച പ്രകടനമാണ് ലേബർ പാർട്ടിക്ക് വേണ്ടി കാഴ്ചവെച്ചതും. ഇനി നാട്ടിലെ വാർത്തകൾ. സ്കൂൾ ഉച്ചഭക്ഷണത്തിൽ എണ്ണയുടെ ഉപയോഗം കുറയ്ക്കാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ ഉത്തരവ്. ആരോഗ്യകരമായ ഭക്ഷണശീലം വിദ്യാർത്ഥികൾക്കിടയിൽ വളർത്തിയെടുക്കാനും കുറഞ്ഞ അളവിൽ എണ്ണ ഉപയോഗിച്ച് പോഷകസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കാനുള്ള കർശന നിർദ്ദേശമാണ് ഉത്തരവിലുള്ളത്. ഇതിനുള്ള മാർഗനിർദ്ദേശം ഉപജില്ലാ തലത്തിൽ നിന്ന് സ്കൂൾ അധികൃതർക്ക് നൽകും. എണ്ണയിൽ പൊരിച്ചെടുത്തവയ്ക്ക് പകരം ആവിയിൽ വേവിച്ച ഭക്ഷണം ശീലമാക്കണമെന്നാണ് നിർദ്ദേശം. അധിക കലോറി എരിച്ചു കളയുന്നതിനായി വ്യായാമം, യോഗ മുതലായവയുടെ പ്രാധാന്യത്തെക്കുറിച്ചും കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കണം. പോഷക ഭക്ഷണമാണോ നൽകുന്നതെന്ന് നിരീക്ഷിക്കാൻ നൂൺ ഫീഡിംഗ് സൂപ്പർവൈസർമാർ, നൂൺ മീൽ ഓഫീസർമാർ എന്നിവർ ഇടയ്ക്കിടെ ഉച്ചഭക്ഷണ വിതരണ സ്ഥലം സന്ദർശിക്കും. ഫോർട്ടിഫൈഡ് അരി, ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ, ഫോർട്ടിഫൈഡ് ഭക്ഷ്യ എണ്ണ, ഡബിൾ ഫോർട്ടിഫൈഡ് ഉപ്പ് എന്നിവയും ഭക്ഷണത്തിൽ ഉൾക്കൊള്ളിക്കും. സ്കൂൾ പാചക തൊഴിലാളികൾക്കായി പരിശീലന പരിപാടിയും സംഘടിപ്പിക്കും. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ പെർമിറ്റുള്ള മത്സ്യബന്ധന യാനങ്ങൾക്കും ഈ മാസം മുതൽ മണ്ണെണ്ണ വിതരണം ചെയ്യും. കേന്ദ്ര സർക്കാർ അനുവദിച്ച വിഹിതത്തിൽ നിന്നാണ് മണ്ണെണ്ണ വിതരണം ചെയ്യുന്നത്. 5676 കിലോ ലിറ്റർ മണ്ണെണ്ണയാണ് കേന്ദ്ര സർക്കാർ അനുവദിച്ചത്. ഇതിൽ 5088 കിലോ ലിറ്റർ മണ്ണെണ്ണ റേഷൻ കടകൾ വഴിയും ബാക്കിയുള്ള വിഹിതം ജൂൺ മാസത്തിൽ മത്സ്യബന്ധന ബോട്ടുകൾക്കും നൽകും. മഞ്ഞ കാർഡ് ഉടമകൾക്ക് 1 ലിറ്ററും പിങ്ക്, നീല, വെള്ള എന്നീ കാർഡുകൾക്ക് 1/2 ലിറ്റർ വീതവുമാണ് മണ്ണെണ്ണ ലഭിക്കുക. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള വിഹിതമാണ് ഈ മാസം ലഭിക്കുക. ഗുരുവായൂർ ദേവസ്വത്തിന് ഹൈക്കോടതിയിൽ കനത്ത തിരിച്ചടി. വഴിപാടായി ദിവസവും 5 ഉദയാസ്തമന പൂജകൾ നടത്താനുള്ള അനുമതി ഹൈക്കോടതി റദ്ദാക്കി. 2018 ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി തീരുമാനമാണ് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് റദ്ദാക്കിയത്. ക്ഷേത്രം തന്ത്രിയാണ് വിഷയത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്ന് ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ചൂണ്ടിക്കാട്ടി. ഉദയാസ്തമന പൂജ 5 എണ്ണമാക്കാനുള്ള നീക്കത്തിനെതിരെ ഒരു ഗുരുവായൂരപ്പൻ ഭക്തനാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. അഷ്ടമംഗല്യ പ്രശ്നത്തിന്റെ പേരിൽ വരുമാനം കൂടി ലക്ഷ്യം വെച്ചായിരുന്നു ദേവസ്വത്തിന്റെ നീക്കം. അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മ തകർത്തത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിത സ്വപ്നം. പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി പിടിയിലായ വിദ്യാർത്ഥിയുടെ സ്വപ്നം വെറ്ററിനറി ഡോക്ടറാകണമെന്നാണ്. 20 വയസ്സ് മാത്രമാണ് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച ഗ്രീഷ്മയുടെ പ്രായം. അമ്മ ശുചീകരണ തൊഴിലാളി, അച്ഛന് മാനസിക വെല്ലുവിളിയുണ്ട്. 2.5 ലക്ഷത്തോളം രൂപ കടം വാങ്ങിയാണ് നീറ്റ് പരീക്ഷാ പരിശീലനത്തിന് അയച്ചത്. പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ഏർപ്പെടുത്തിയത് നെയ്യാറ്റിൻകര അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയെ. അപേക്ഷിക്കാൻ മറന്നുപോയി എന്നാണ് ഗ്രീഷ്മയുടെ മൊഴി. വിദ്യാർത്ഥി ഹാൾ ടിക്കറ്റ് ചോദിച്ചപ്പോഴാണ് മറ്റൊരു വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ വെച്ചാണ് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു കൊടുത്തത്. പരീക്ഷ എഴുതാൻ പത്തനംതിട്ട വരെ വിദ്യാർത്ഥി പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ് ഗ്രീഷ്മയുടെ മൊഴി. ഹാൾ ടിക്കറ്റിലെ തിരിമറി നീറ്റ് പരീക്ഷ ഉദ്യോഗസ്ഥർ കണ്ടെത്തി പിടികൂടിയപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലെന്ന് വിദ്യാർത്ഥി പറഞ്ഞു. 2ാം ശ്രമമാണ് നടത്തിയത് എന്നും വിദ്യാർത്ഥി ചൂണ്ടിക്കാട്ടി. ഇനി സ്പോർട്സ് വാർത്തകൾ. നോട്ടിംഗ്ഹാം ഫോറസ്റ്റിന്റെ ചാമ്പ്യൻസ് ലീഗ് യോഗ്യതാ പ്രതീക്ഷകൾക്ക് തിരിച്ചടി. അവർ തിങ്കളാഴ്ച സെഹസ് പാർക്കിൽ ക്രിസ്റ്റൽ പാലസിനോട് 1-1 സമനില വഴങ്ങി. പ്രീമിയർ ലീഗ് സീസണിൽ 3 മത്സരങ്ങൾ മാത്രം ശേഷിക്കെ ഫോറസ്റ്റ് 61 പോയിന്റുമായി 6ാം സ്ഥാനത്ത് തുടരുന്നു. 5ാം സ്ഥാനത്തുള്ള ചെൽസിയേക്കാൾ 2 പോയിന്റ് പിന്നിലാണ് അവർ. 60ാം മിനിറ്റിൽ എബറേച്ചി എസയിലൂടെ പാലസ് ആണ് ആദ്യം സ്കോർ ചെയ്തത്. ഫോറസ്റ്റ് ഗോൾ കീപ്പർ മാറ്റ് സെൽസ് ടൈറിക്ക് മിച്ചലിനെ വീഴ്ത്തിയതിനെ തുടർന്ന് ലഭിച്ച പെനാൽറ്റി എസെ ശാന്തമായി വലയിലെത്തിക്കുകയായിരുന്നു. സീരി എയിൽ തിങ്കളാഴ്ച രാത്രി നടന്ന മഴയിൽ കുതിർന്ന മത്സരത്തിൽ എസി മിലാൻ അവസാന 15 മിനിറ്റിനുള്ളിൽ നേടിയ 2 ഗോളുകളുടെ ബലത്തിൽ ജനോവയെ 2-1 തോൽപ്പിച്ചു. ആദ്യ പകുതിയിൽ താളം കണ്ടെത്താൻ വിഷമിക്കുകയും ഗോൾ കീപ്പർ മൈക്നന്റെ മികച്ച പ്രകടനത്താൽ സമനിലയിൽ പിടിച്ചു നിൽക്കുകയും ചെയ്ത ശേഷം മിലാൻ മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ തിരിച്ചു വരികയായിരുന്നു. ഇനി ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 112.37 ഇന്ത്യൻ രൂപയാണ് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിനുമായി വരും മണിക്കൂറുകളിൽ കേട്ടുമുട്ടാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും.